എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ ഡേയിൽ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും മമ്മിയും എൻ്റെ ജോലിക്കുട്ടിയും ജോലിക്കുട്ടി രാവിലെ വന്നിട്ട് മോനെ ഇതാ പിന്നെ ചൊടിയാടാ ഇങ്ങോട്ട് നോക്കിയേ കണ്ടോ, രാവിലെ വന്നിട്ട് റൂമിൽ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഒരാൾ. നമുക്ക് എൻ്റെ ബെഡ്, എൻ്റെ റൂമും അത് ലാപ്ടോപ്പ്, പിന്നെ അത് ദൈവത്തിൻ്റെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ വെച്ചതാണ്. അങ്ങനെ പിന്നെ നമുക്ക് എൻ്റെ റൂമിൽ വന്നിരിക്കുന്നുണ്ട് രാവിലെ. ആദ്യം എൻ്റെ റൂം ഏതാണെന്നറിയാമേ കൊണ്ട് നേരെ ഇങ്ങനെ കയറി വന്നതാണ്. അഥവാ ഞാൻ കുറ്റിയങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ കാണാം പിന്നെ വെളിയിൽ വന്നിങ്ങനെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും പാവം. അപ്പോൾ അങ്ങനെ രാവിലത്തെ ഇന്ന് സൺഡേ ഈവനിങ്ങിൽ എൻ്റെ മമ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം, കണ്ണിൻ്റെ സർജറിക്ക്. അപ്പോൾ അതും കൂടി ഉണ്ട് എനിക്ക് ഇന്ന് അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ നാളെ നമ്മുടെ കണ്ണിൻ്റെ സർജറിയും കൂടെ. ഈ തിരക്കിനിടയിൽ അതും കൂടി നടക്കണമല്ലോ, എല്ലാം നടക്കണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ അടുക്കളയിലെ കൊച്ചു ജോലികളിലൂടെ നീങ്ങുവാണ്. മമ്മി കിച്ചണിൽ നിന്ന് കയറി ഇപ്പോൾ രാവിലെ. അതിന് വേണ്ടിയിട്ടെല്ലാം വെച്ചിട്ട് വെള്ളം തിളപ്പിക്കുന്നു. ഞാൻ ഈ കപ്പ് ഉപ്പുമാവ് എടുക്കുകയാണെങ്കിൽ ഈ കപ്പിനുള്ള വെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. അപ്പം അങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് എടുത്ത് ഇതിനകത്ത് ഞാൻ നെയ്യും കൂടി ഇടും. അപ്പോൾ ഉപ്പുമാവിന് നല്ല മയമായിരിക്കും. നന്നായിട്ട് നെയ്യും കൂടെ ചേർക്കും. അപ്പോൾ ഉപ്പുമാവ് കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും, അവർക്കൊരു അതൃപ്തിയോട് തോന്നില്ല. പിന്നെ എൻ്റെ മീൻകറി വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നു. ചോറ് ഇതിനകത്ത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു രസവും വെക്കണം, ഒരു അവിയലും വെക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ജോലി തീരും. ായിട്ട് ഞാൻ നല്ല രസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു വൻപേർ കുറച്ച് വേവിച്ചിരുന്നു, അതിനെ ഞാൻ തോരനാക്കി. മുട്ട പൊരിച്ചു. ഇന്ന് സൺഡേ ആണേ, ഇത്രയുണ്ട്. ഇനി ബാലൻസ് ചമ്മന്തി കൂടെ അരച്ച് ചേർക്കാൻ പോവാണ്. അപ്പോൾ ചമ്മന്തി അരയ്ക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ 8 പൊതിച്ചോറ്, ടോട്ടലി 9 പൊതിച്ചോറ് ഞാൻ പുറത്ത് കൊടുക്കുക ഇന്ന് സൺഡേ ഡേയിൽ. അപ്പോൾ ഇതെൻ്റെ പയർ തോരനുണ്ട്, മുട്ട പൊരിച്ച് അതൊക്കെ ഞാൻ കാണിച്ചല്ലോ. ഇതുണ്ട് അവിയലുണ്ട്, പിന്നെ ഇതെൻ്റെ രസമുണ്ട്. അപ്പോൾ ഞാൻ ബോട്ടിലാക്കാൻ ഞാൻ നിലവിൽ എടുത്ത് വെച്ച് കഴിഞ്ഞു. അല്ല 8 എണ്ണം എടുത്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ഈ പൊതിച്ചോറ് കെട്ടുക. കണ്ടോ, മമ്മി എനിക്കൊരു സ്പൂൺ താ മമ്മി. ആൻറ്റി മതിയോ? പോസ് ചെയ്യട്ടെ. എനിക്കിത് എടുത്തിട്ട് ഇത്രയും മാത്രമാണ് കാണിച്ചത്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്യണം. വഴി മാറും, നിന്റെ മഴ ചവിട്ട് കൊടുക്കും, വഴി കിടന്ന് കൊച്ചു പവിത്ര വന്നോ? അപ്പോൾ അങ്ങനെ എൻ്റെ ഇന്നത്തെ ജോലി കഴിഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട് 10 പൊതിച്ചോറ് കൊടുത്തത് ഞായറാഴ്ചയായിട്ട്. അങ്ങനെ പൊതിച്ചോറൊക്കെ കൊടുത്തിട്ട് ഞാനിപ്പോൾ ഫ്രീ ആയി ഉച്ച കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. മമ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടതായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ വിളിച്ചാൽ അവരുടെ ബാത്റൂം എന്തോ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ബാത്റൂം കംപ്ലയിൻ്റ്. അപ്പോൾ അതുകൊണ്ട് വെളുപ്പിനെ 4:00 കൊണ്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ രാവിലെ 4:00 ഞാൻ മമ്മിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നാളെ തന്നെ മമ്മിയുടെ കണ്ണിന് സർജറിയും ചെയ്ത് വിടാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ തിരക്കുകളുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഉച്ച കഴിഞ്ഞാൽ അതുകൊണ്ട് മമ്മിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതൊക്കെ വാങ്ങണം. പിന്നെ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അങ്ങനെ നല്ല തിരക്കുണ്ട് ഇന്നത്തെ ദിവസം. അങ്ങനെ ഇന്നത്തെ ഒരു ഹാഫ് ഡേ ഇത്രയും ജോലി ചെയ്തപ്പോഴേക്ക് ഇവിടെ 1 മണിയായി. ഉച്ച വരെ എൻ്റെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി. അപ്പോൾ തന്നെ എൻ്റെ മമ്മിക്ക് ഹോസ്പിറ്റലിൽ നാളെ സർജറിക്ക് വേണ്ടി ഇത്തിരി സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ ഇത്ര നേരം കുറച്ച് ക്ലീനിങ് അടുക്കിപ്പറക്കും ഒക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാൻ രാജേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് മൊത്തം ക്ലീൻ ചെയ്യുന്ന തിരക്കിലാണ് പുള്ളി. അപ്പോൾ വർഷങ്ങളായിട്ട് എനിക്ക് എന്ത് പറഞ്ഞാലും ക്ലീൻ ചെയ്യുന്ന വ്യക്തിയാണ് പുള്ളി. ഏറ്റവും മോൾഭാഗമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം വെള്ളം നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ടെറസിൻ്റെ മുകളിലൊക്കെ വെള്ളം നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ മുകൾ ഭിത്തിയിലൊക്കെ പ്രശ്നമാവുമല്ലോ. പറഞ്ഞു കണ്ടോ, ഇന്ന് എൻ്റെ ടെറസ് ക്ലീനിങ് ആണ്. കണ്ടോ, എൻ്റെ പാവം നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഓവുകളെല്ലാം വൃത്തിയാക്കുന്ന തിരക്കിലാണ് ഇന്ന്.
അപ്പോൾ ഇന്നത്തെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇനി ഞാൻ പോവാം. ഇനി എനിക്ക് മമ്മിക്ക് സാധനങ്ങൾ വാങ്ങണം, എമ്മൂറ്റി പോയി സാധനങ്ങൾ വാങ്ങണം, ഒക്കെ ഒത്തിരി ഒത്തിരി ജോലിയുണ്ട്. അപ്പോൾ ആ ജോലിയുടെ ഭാഗമായിട്ട് ഞാനിനി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരട്ടെ വേഗം. സെൽഫി എടുത്തിട്ട് കിട്ടുന്നില്ല. മെഡിക്കൽ കോളേജിൻ്റെ സൈഡ്, മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. VS മെഡിക്കൽസ്. ഇതുണ്ട് VS മെഡിക്കൽസ്, മെഡിക്കൽ കോളേജിൻ്റെ VS മെഡിക്കൽസ്. സാധനങ്ങളെല്ലാം കിട്ടുന്ന സ്ഥലം. ഇവിടെ എല്ലാ സാധനങ്ങളും ഇല്ല, സർജിക്കലിൻ്റെ എല്ലാ സാധനങ്ങളും. സർജിക്കലിൻ്റെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് മെഡിക്കൽ കോളേജ്. നേരെ ഒപ്പിൽ, സിഗ്നലിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും VS മെഡിക്കൽസ്. 510.
കുറച്ച് നേരം മോഡലിങ് കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാരണം എനിക്ക് നിൽക്കാൻ സമയമില്ല. മമ്മിക്ക് ഞാനിവിടെ ഒരു കാര്യം വാങ്ങാൻ വന്നു. അത് ഞാൻ ആ സർപ്രൈസ് എത്തുന്നത് പിന്നെ കാണിക്കാം. എൻ്റെ മകൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇവിടം വരെ വന്നത്. പക്ഷേ നടന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത സ്ഥലത്ത് പോകണമെന്ന് അവർ പറയണത്. ഇവിടെ തന്നെ അടുത്ത മോളിൽ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് ലുലുവിൽ പോയി എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചപ്പാത്തിയൊക്കെ വാങ്ങാണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലൂടെ ഞാൻ ഓടിക്കും. ആദ്യമായിട്ട് എൻ്റെ കാർ പാർക്കിങ്ങിൻ്റെ നമ്പർ മറന്നുപോയി. ഞാനിവിടെ എല്ലാം കിടന്ന് ഇങ്ങനെ തപ്പു എൻ്റെ കാറിൻ്റെ. എന്നിട്ട് അയ്യോ കീ അടിച്ച് നോക്കുന്ന സൗണ്ട് എങ്ങും കേൾക്കുന്നില്ല. അവസാനം കാർ വാഷ് ചെയ്യുന്ന ഹിന്ദി പയ്യനെ ഡിപ്പെൻഡ് ചെയ്തു. അപ്പം അങ്ങനെ പിന്നെ ഓർത്തൊരു 10 മിനിറ്റ് എടുത്തു. അയ്യോ ഞാൻ എൻ്റെ ഇത്രയും നാൾ ലുലു, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ലുലു വരുന്നത്. പക്ഷെ ഇത്രയും നാൾ എൻ്റെ ലുലുല് വന്നാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ 8:45. അയ്യോ എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ശരി എന്നാ, കാർ പാർക്കിങ്ങിന് എത്രയാണെന്ന് അറിയില്ല. അതിനാ പൈസ കൈ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരി എന്നാൽ ഞാനിനി ഇവിടെ കൊണ്ട് വീഡിയോ എൻഡ് ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ടൈമില്ല. വീട്ടിൽ ചെന്നിട്ട് അവർക്ക് കൊണ്ടാക്കി കൊടുക്കുള്ള ചപ്പാത്തി എൻ്റെ കയ്യിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വേഗം ചപ്പാത്തിയൊക്കെ ചുട്ട് കൊടുക്കുമ്പോഴേക്കും ടൈം എടുക്കും. അപ്പോൾ വീട്ടിൽ പച്ചരി ഉഴുന്ന് അരയ്ക്കാനുണ്ട്, ചപ്പാത്തി ചുടാനുണ്ട്. എനിക്ക് ഒത്തിരി ജോലിയുണ്ട് ഇനിയും. വെളുപ്പിന് 4 മണിക്ക് എൻ്റെ മമ്മീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരേക്ക് എല്ലാവരോടും ടാറ്റാ.